പിലാത്തറയിലെ KP റിസ്വാനയ്ക്ക് വേണം കരുണയുടെ കൈത്താങ്ങ്. ജന്മനാ സെറിബ്രൽ പാൾസി ബാധിച്ച റിസ്വാനയ്ക്ക് ഇതിനോടകം തന്നെ 15 സർജറികളാണ് ചെയ്തത്. ലക്ഷങ്ങളാണ് ചികിത്സയ്ക്കായി ചെലവാക്കിയത്. കടബാധ്യതയ്ക്കൊപ്പം തുടർ ചികിത്സയ്ക്കും പണം കണ്ടെത്താനാകാതെ ഉഴലുകയാണ് റിസ്വാനയും ഉമ്മ സജനയും. ഞാനിപ്പോൾ 15ഓളം സർജറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ലോൺ എടുത്തത് ബാങ്കിൽ നിന്നായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ പ്രശ്നമൊക്കെ വേറെ രീതിയിൽ സംസാരിച്ച് പ്രശ്നമൊക്കെ ആക്കുന്നു. ഇപ്പം ജപ്തി ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. ജാമ്യം നിന്നയാളുടെ വീട് ജപ്തി ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. വരയ്ക്കാനും പാട്ടുപാടാനും മിടുക്കിയാണ് റിസ്വാന. മകളൊന്ന് നടന്നു കാണണമെന്ന ആഗ്രഹത്തോടെ ജീവിക്കുന്ന ഉമ്മ KP സജന. ജന്മന സെറിബ്രൽ പാൾസി ബാധിച്ച 22കാരി റിസ്വാനയ്ക്ക് ഇതിനോടകം തന്നെ 15 സർജറികൾ ചെയ്തു. ഉള്ളത് വിറ്റുപെറുക്കിയും ലോൺ എടുത്തും കടം വാങ്ങിയും സജന മകളുടെ ചികിത്സ നടത്തി. ലോണ് തിരിച്ചടയ്ക്കാനാവാത്ത സാഹചര്യമാണ്. നിലവിൽ വാടക വീട്ടിലാണ് താമസം. ലോൺ അടയ്ക്കാത്തതിനാൽ ബാങ്കുകാരും വീട്ടിലെത്തുന്നുണ്ട്. ഒരുപാട് വിഷമങ്ങളുണ്ടെങ്കിലും റിസ്വാനയും ഉമ്മ സജനയും അത് ഉള്ളിലൊതുക്കും. പുഞ്ചിരി കൊണ്ട് ഏവർക്കും മറുപടി നൽകും. 225 ഒരു ബാങ്ക് എന്ന് പറഞ്ഞത്, 260 ഒരു ബാങ്ക് എന്ന് പറഞ്ഞത്. ഒരു ബാങ്ക് 2 ലക്ഷത്തിന് മേലെ പറഞ്ഞു, 3 ലക്ഷത്തിന് മേലെ പറഞ്ഞു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഡിസംബർ വരെയുള്ള ഓഫർ മാത്രമേ ഉള്ളൂ. അല്ല, ഈ ഫെബ്രുവരി 28 വരെയുള്ള ഓഫർ. ഇല്ലെങ്കിൽ 3.25 ലക്ഷം എല്ലാ ബാങ്കിലും അടക്കണം. പിന്നെ മോളെ തുടർ ചികിത്സ എനിക്ക് കൊണ്ടുപോകണം. കാരണം 2 കാലും സ്റ്റീല്. അവളിപ്പോൾ സ്റ്റീലാണ് ഇപ്പം എല്ലാ ഇതുള്ളത്. അപ്പം അതിൻ്റെ തുടർ ചികിത്സ ചെയ്യണം. പിന്നെ അവളെ വിദ്യാഭ്യാസം നോക്കണം. തുടർന്ന് ഇനി പഠിക്കണവള്. പഠിച്ചോളെ ലക്ഷ്യത്തിലേക്ക് എത്തണം. IAS മോഹമാണ് റിസ്വാനയ്ക്കുള്ളിലുള്ളത്. പഠിക്കണം, ജോലി നേടണം. എന്നാൽ നിലവിലെ സാമ്പത്തിക സ്ഥിതി ഒന്നിനും ആവുന്നില്ല. ഇപ്പം ഡിഗ്രിയാണ് പഠിക്കുന്നത് ഇവിടെ സെന്റ് ജോസഫ് കോളേജ് പിലാത്തറ. അത് കഴിഞ്ഞ് ഞാൻ സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യുന്നുണ്ട്. കോച്ചിങ് പഠിക്കുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. ഇപ്പം സർജറീസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഡിഗ്രിയും ഇതും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോവാണ്. ആക്ച്വലി വരെ ഞാൻ 5-6 വർഷം പഠിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സർജറീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വീട്ടിൽ നിന്നായി പ്രാക്ടീസ് ഒക്കെ. മാസം തോറുമുള്ള മരുന്നിനും തുടർ ചികിത്സയ്ക്കും ഇനിയും പണം ആവശ്യമാണ്. ഫെബ്രുവരി 28-നുള്ളിൽ ബാങ്കിലെ ലോൺ അടയ്ക്കണം. ഉദാരമതികൾ സഹായിച്ചാൽ അതിവർക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും. സിവിൽ സർവീസ് എന്ന മോഹമാണ് റിസ്വാനയ്ക്കുള്ളിലുള്ളത്. എന്നാൽ ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് ഈ കുടുംബത്തിനുള്ളത്. സുമനസ്സുകളുടെ കനിവിനായി ഇവർ കാത്തിരിക്കുകയാണ്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.